ഹരിയേട്ട, പതിഞ്ഞ സ്വരത്തിലായിരുന്നു അവൾ വിളിച്ചതെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്നിരുന്നു. കൺമുൻപിൽ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവനിലും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. യൂണിഫോമാണ് വേഷം. കറുത്ത പാൻറ്റും വെള്ളയിൽ കറുത്ത വരകളുള്ള ഷർട്ടുമായിരുന്നു യൂണിഫോം. ആഹാ, നീ വന്നോ? അമ്മ പറഞ്ഞു നീ വരുമ്പോഴേക്കും 4 മണി 5 മണി ആവുമെന്ന്. അതാ ഞാൻ ഉറങ്ങാമെന്ന് കരുതിയത്. ചിരിയോടെ എഴുന്നേറ്റിരുന്ന് കൈകളൊന്ന് വിടർത്തിവിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോഴും അവനെ തന്നെ വീക്ഷിക്കുന്ന ശ്രദ്ധയിലായിരുന്നു ജാനകി എന്ന് തോന്നി. ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഹരിയേട്ടൻ പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്ന്. സർപ്രൈസ് ആയിപ്പോയി. പെട്ടെന്ന് ഹരിയേട്ടൻ ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് ഈ ഓണത്തിന് ഞാനും കൂടി ഇല്ലെങ്കിൽ നിനക്ക് സങ്കടമാണെന്ന്? ചിരിയോടെ അവൻ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഹരിയേട്ടൻ പെട്ടെന്ന് വന്നത്? ആകാംക്ഷയോടെ അതിലേറെ പ്രതീക്ഷകൾ നിറഞ്ഞൊരു ചോദ്യമായിരുന്നു അതെന്ന് അവന് തോന്നിയിരുന്നു. അവളുടെ മുഖത്തെ പല ഭാവങ്ങളും അവൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ അവന് തോന്നി. അങ്ങനെയാണോ എന്ന് ചോദിച്ചാ നീ പറഞ്ഞതും ഒരു കാരണമാണ്. പിന്നെ ഒരുപാട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നൊന്നും അല്ല. എനിക്കൊരു 10 ദിവസത്തെ അവധിയേ ഉള്ളൂ. ഉടനെ തിരിച്ചു പോകണം. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തെ അവധി എനിക്കുണ്ട് ബാക്കി. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് HR-നോട് ചോദിച്ചു നോക്കിയതാ. ഓക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോന്നു. ഓണം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം 10 ദിവസത്തെ അവധിയുള്ളോ ഹരിയേട്ടാ? അവളുടെ മുഖം മങ്ങുന്നതും അവിടെ ആ പ്രതീക്ഷകൾ കെട്ടടങ്ങുന്നതും ഒക്കെ അവൻ കണ്ടിരുന്നു. 10 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ ആശ്വസിക്കാം. ഇല്ലെങ്കിൽ ഞാൻ 4 മാസം കഴിഞ്ഞല്ലേ വരുമായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 10 ദിവസത്തെ അവധി കിട്ടിയില്ലേ. ഇനി 4 മാസം കഴിഞ്ഞ് 1 മാസം നിൽക്കാനായിട്ട് വരാം. നീ വന്നതല്ലേ ഉള്ളൂ, ക്ഷീണം പോലും മാറിയിട്ടില്ലല്ലോ. പോയി ഫ്രഷായിട്ട് വാ. അമ്മ പറഞ്ഞു ചായ കുടിക്കാൻ ചെല്ലാൻ. നീ ചെന്ന് കുളിക്ക്, ഒരുമിച്ച് പോവാം. ശരി ഹരിയേട്ട. അവൾ ഉത്സാഹത്തോടെ പോയി. തന്നോട് സംസാരിക്കുമ്പോൾ അവൻ ആ പഴയ പരിഭവമില്ലെന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു നിറച്ചിരുന്നത്. അവനെ അടുത്ത് കാണുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം തോന്നിയിരുന്നു. അതുപോലെ അവൻ്റെ ആ വാക്കുകൾ, ഓണത്തിന് താൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന ആ വാക്കുകളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചിരുന്നു. കുളിച്ചു എന്നൊക്കെ വരുത്തുകയായിരുന്നു ജാനകി. എങ്ങനെയെങ്കിലും അവൻ്റെ അരികിലേക്ക് എത്തുവാൻ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചുവെന്ന് വരുത്തി ഇറങ്ങുകയായിരുന്നു അവൾ ചെയ്തത്. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ആളെ മുറിയിൽ കാണാനില്ല. ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമെന്ന് പറയുന്നത് ബാൽക്കണിയാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ നേരെ ആ ബാൽക്കണിയിലേക്ക് ചെന്നു. പ്രതീക്ഷ തെറ്റിക്കാതെ ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. കയ്യിൽ മൊബൈലുണ്ട്. ആരെങ്കിലും വിളിച്ചിരിക്കുമ്പോൾ തോന്നിയ എന്തോ ചിന്തയാണെന്നും അവൾക്ക് തോന്നി. ഹരിയേട്ട. അവൾ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് മുഖമുയർത്തി അവളെ നോക്കി. ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ സീമന്ത രേഖയിൽ തന്നെ ഉടക്കിപ്പോയിരുന്നു. അത്രമേൽ പടർത്തിയിട്ടുണ്ട് ആ സിന്ദൂര ചുവപ്പ്. ഇന്നതിനൊരു പ്രത്യേക തിളക്കം. ആകപ്പാടെ ഒരു ഇരുത്തം വന്നതുപോലെയാണ് ഇപ്പോൾ അവളുടെ രൂപമെന്ന് അവന് തോന്നി. പഴയ കുറുമ്പുള്ള പാവം കുട്ടിയല്ല. ഇപ്പം കണ്ടാൽ ഒരു ഭാര്യയാണെന്നും കുടുംബിനിയാണെന്നും ഒക്കെ തോന്നുന്ന രീതിയിലേക്ക് അവൾ മാറിയെന്നവന് മനസ്സിലായി. വളരെ പെട്ടെന്ന് തന്നെ അവളിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ത്രീയെ കാണുവാൻ അവന് സാധിച്ചിരുന്നു. നേർത്തതെങ്കിലും കട്ടിയുള്ളൊരു ചെയിനിൽ മാറിൽ ചേർന്ന് കിടക്കുന്ന തൻ്റെ പേരെഴുതിയ ആലില താലി, അതോടൊപ്പം തന്നെ ചുവന്നു തുടങ്ങിയ സീമന്തരേഖ, അതെല്ലാം അവനിലെ പുരുഷനിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു. ചായ കുടിക്കണ്ടേ? വളരെ ഉത്സാഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. യാന്ത്രികമായി അവൻ തലയാട്ടി പോയിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിൽ ഇപ്പോൾ അവളെ കാണുമ്പോൾ തോന്നുന്നത് മറ്റു പല വികാരങ്ങളുമാണെന്ന് അവനും തിരിച്ചറിഞ്ഞു തുടങ്ങി. അവൾ തൻ്റെ ഭാര്യയാണെന്ന് തൻ്റെ മനസ്സ് തന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അവളോട് തോന്നുന്ന ഇഷ്ടത്തിന് മറ്റൊരു നിറം കൈവന്നതുപോലെ. പക്ഷെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും തനിക്കറിയില്ല. അതിന് മാത്രം തനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അവൾ അരികിൽ നിൽക്കുമ്പോൾ ഒരു പുരുഷന് തൻ്റെ ഭാര്യയോട് തോന്നുന്ന എല്ലാ വികാരങ്ങളും തന്നെ വലയം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം സ്വീകരിക്കേണ്ടവളെ കാണുമ്പോൾ ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ മനസ്സ് വല്ലാതെ തളർന്നു പോകുന്നത് പോലെ. അവളോടൊപ്പം താഴേക്കിറങ്ങി ശ്രീഹരി വരുമ്പോൾ ആ കാഴ്ച കണ്ട് സേതുവിൻ്റെയും സുഗന്ധിയുടെയും മനസ്സും നിറഞ്ഞിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. ശ്രീഹരിക്ക് അത്ര പെട്ടെന്നൊന്നും ജാനകിയെ ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് മറ്റാരേക്കാൾ നന്നായി സേതുവിനറിയാമായിരുന്നു. ചായ 4 പേരും ഒരുമിച്ചിരുന്നായിരുന്നു കുടിച്ചിരുന്നത്. ശ്രീദേവും ശ്രീവിദ്യയും വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞിരുന്നു.
ശ്രീഹരി അവരെ കൂട്ടാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ സേതു അത് എതിർത്തു. ശ്രീദേവും വിദ്യയും കൂടിയായിരിക്കും വരുന്നത് എന്നും പ്രത്യേകം പോകേണ്ട എന്നും ഇനി അവർ വിളിക്കുകയാണെങ്കിൽ താൻ പൊയ്ക്കോളാമെന്നും വന്ന ദിവസം തന്നെ യാത്ര വേണ്ടെന്നുമൊക്കെ വിലക്കുകയും ചെയ്തിരുന്നു. നാട്ടുവർത്തമാനങ്ങളും വിദേശ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ സമയം 4 പേരും ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഗന്ധി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒപ്പം ജാനകിയും അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലെ ചെറിയ പരിപാടികളെല്ലാം തീർത്ത് സുഗന്ധിയോടൊപ്പം അവൾ നാമം ജപിക്കാനിരുന്നപ്പോൾ ശ്രീഹരിയും ഉണ്ടായിരുന്നു ഉമ്മറത്ത്. പ്രാർത്ഥനാ മന്ത്രങ്ങളും ഗീതങ്ങളും കണ്ണടച്ചിരുന്ന് ചൊല്ലുന്ന നിഷ്കളങ്കമായി അവളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോഴും അറിയാതെ അവൻ്റെ കണ്ണുകളിൽ മുഴുവൻ അവളായിരുന്നു. നേരത്തെ അവളെ കാണുമ്പോൾ തൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന വികാരം വാത്സല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവളെ കാണുമ്പോൾ തനിക്കുണ്ടാകുന്നത് പേരറിയാത്ത മറ്റൊരു വികാരമാണെന്ന് അവൻ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ അത് അവളോട് പ്രകടിപ്പിക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല. ഒന്ന് ചേർത്ത് പുൽകുവാൻ തൻ്റെ കൈകൾക്ക് എന്തോ ഒരു ബലക്ഷയമുള്ളതുപോലെ. നീ എൻ്റെ സ്വന്തമല്ലേ എന്ന് ചോദിച്ചവളെ തൻ്റെ മാറോട് ചേർക്കുവാൻ കരങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഉള്ളിൽ ഉടലെടുക്കുന്ന ഓരോ വികാരങ്ങളെയും വിവേകത്തിൽ പൊതിഞ്ഞു പിടിക്കുവാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ശ്രീഹരി. ഈ 33-ാമത്തെ വയസ്സിൽ താൻ വീണ്ടും പ്രണയത്തിൻ്റെ മായാലോകത്തെത്തിയിരിക്കുന്നു. യൗവനത്തിൽ നിന്നും പെട്ടെന്ന് കൗമാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ അവന് തോന്നി. വീണ്ടും മനസ്സിൽ പ്രണയമുകുളങ്ങൾ നാമ്പിട്ട് തുടങ്ങുന്നു. മനസ്സ് വീണ്ടും ഒരു കൗമാരക്കാരനാവുന്നതുപോലെ അവന് തോന്നി. ഈ തീക്ഷ്ണമായ യൗവനകാലത്ത് വീണ്ടും ഒരു പ്രണയവല്ലരി തൻ്റെ മനസ്സിൽ തളിർക്കുന്നത് പോലെ. അതും ഇവൾക്ക് വേണ്ടിയോ? അതൊരു ചിരിയോടെ ആയിരുന്നു അവൻ അറിഞ്ഞത്. അറിയാതെ ആ പുഞ്ചിരി അവൻ്റെ ചൊടിയിൽ ബാക്കിയായിരുന്നു. കണ്ണു തുറന്ന് ജാനകി കണ്ടത് പുഞ്ചിരിയോടെ ഇരിക്കുന്ന ശ്രീഹരിയെയാണ്. കാരണം അറിയില്ലെങ്കിലും അവൻ്റെ പ്രസന്നമായ മുഖം അവളിലും ഒരു സമാധാനം നിറച്ചിരുന്നു. നാമജപം എല്ലാം കഴിഞ്ഞ് സേതു പുറത്തേക്ക് പോകാനായി തുടങ്ങിയപ്പോഴാണ് ശ്രീദേവിൻ്റെ ഫോൺ വരുന്നത്. 2 പേരും നാളെ രാവിലെ എത്തുകയുള്ളൂ. ഹരി വന്ന വിവരം അവനോട് പറയേണ്ടതവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവരം ആരും പറഞ്ഞിരുന്നില്ല. സേതു പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം പുറത്തു പോയിരിക്കുന്നത് അയാളുടെ ഒരു പതിവാണ്. പുറത്തേക്ക് പോകുവാനുള്ള വണ്ടിയും എടുത്ത് അയാൾ പോയി. TV ഓണാക്കി സുഗന്ധി സീരിയൽ കാണാനായിരുന്നപ്പോൾ ശ്രീഹരി മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോകാൻ എന്തുകൊണ്ടോ ജാനകിക്കൊരു മടി തോന്നി. അതുകൊണ്ട് തന്നെ അവൾ സുഗന്ധിക്കൊപ്പം ഇരുന്നു. പതിവില്ലാതെ അവൾ തൻ്റെ അരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സുഗന്ധിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. നിനക്കൊന്നും പഠിക്കാനില്ലേ കൊച്ചേ? അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അവർ ചോദിച്ചു. എനിക്ക് മുകളിലേക്ക് പോകാനൊരു മടി. അതിനെന്താ, നിങ്ങളുടെ മുറിയല്ലേ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. എല്ലാ ദിവസമുള്ള ശീലങ്ങളൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഹരിയേട്ടൻ കിടക്കുമല്ലേ, ഞാൻ ചെന്നാൽ അത് ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഭാര്യയും ഭർത്താവും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. 2 പേരും ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കേണ്ടതാണ്. ഇപ്പോൾ അവൻ കിടക്കുന്നതിനേക്കാൾ മുഖ്യം നിന്റെ പഠിത്തമല്ലേ. അവിടെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. സുഗന്ധി നിർബന്ധിച്ചപ്പോൾ പോകാതിരിക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. മടിച്ച് അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീഹരി. ആ മുഖം കണ്ടപ്പോൾ വീണ്ടും ശക്തിയൊക്കെ എവിടെയോ പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് വാതിൽക്കൽ അവളെ കണ്ടപ്പോൾ ഒന്ന് തലയുയർത്തി നോക്കുവാൻ അവനും മറന്നിരുന്നില്ല. അവളുടെ മുഖത്തെ പരിങ്ങൽ കണ്ടപ്പോൾ അവനും ചിരിയാണ് വന്നത്. നീ എന്താ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നത്? അവൻ ഫോൺ മാറ്റിവെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാ, പഠിക്കാൻ വേണ്ടി. ബാൽക്കണിയിൽ പോയി. എന്ന് നീ ബാൽക്കണിയിൽ ഇരുന്നാണോ പഠിക്കുന്നത്? ഇവിടെ മുറിയിലിരുന്നല്ലേ, പിന്നെന്താ ഇന്ന് ബാൽക്കണിയിൽ? ഹരിയേട്ടന് അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നീ ഇവിടെ വന്നിരുന്ന് പഠിച്ചോ, അവൻ പറഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. മടിച്ചവൾ മുറിയിലേക്ക് കയറി ബുക്ക് തുറന്ന് പഠിക്കാൻ നോക്കി. പക്ഷേ കണ്ണുകൾ പാളി അവൻ്റെ നേർക്ക് പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. വായിക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. അരികിൽ അവൻ ഇരിക്കുമ്പോൾ തനിക്ക് തന്നെ സ്വയം നഷ്ടമാകുന്നത് ജാനകി തിരിച്ചറിഞ്ഞു. 2 പേർക്കും മനസ്സിൽ കടിഞ്ഞാൻ നഷ്ടമായ നിമിഷങ്ങൾ. പക്ഷേ പരസ്പരം തുറന്നു പറയുവാൻ വയ്യ. അവസാനം ജാനകി തന്നെ ബുക്ക് മടക്കി വെച്ചു. പഠിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ബുക്ക് മടക്കി വെച്ച് വളരെ അത്ഭുതത്തോടെയാണ് ശ്രീഹരി നോക്കിയത്. ഇത്ര പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞോ? ഇതാണോ നിന്റെ പഠിപ്പ്? ഇന്ന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചില്ല ഹരിയേട്ട, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് എഴുതാനുള്ളതാണ്.
അത് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് എഴുതിക്കൊള്ളാം. എങ്കിലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ ബുക്ക് അടച്ചു വെച്ച് ഇവിടെ വാ. ശ്രീഹരി അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൻ്റെ ഒരു ഓരത്തായി വന്നിരുന്നു. കട്ടിലിനടിയിൽ നിന്നും ബാഗ് എടുത്ത് കട്ടിലിലേക്ക് വെച്ചു ശ്രീഹരി. പെട്ടെന്ന് വന്നതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. എങ്കിലും വീട്ടിലുള്ള ആർക്കും ഒന്നും വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. നിന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് സത്യത്തിൽ അറിയില്ലെന്ന് അറിയാമല്ലോ. എല്ലാം ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ലേ വാങ്ങാറ്. ആരോടും പറയാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടതൊക്കെയാണ് വാങ്ങിയത്. ബാഗ് തുറന്ന് അവൾക്ക് സ്ഥിരം കൊണ്ടുവരുന്നത് പോലെ കുറേ ചോക്ലേറ്റുകൾ, പെർഫ്യൂം എല്ലാം അവൻ എടുത്തു വെച്ചു. പിന്നെ നിനക്ക് ഇഷ്ടമാവുമോ എന്ന് അറിയില്ല. എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് നിനക്ക് വേണ്ടി. ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവളുടെ നേരെ അവൻ നീട്ടിയിരുന്നു. ചെറിയൊരു ഡയമണ്ട് പെൻഡൻറ്റ് ലോക്കറ്റുള്ള ഒരു നേരിയ ചെയിനിലുള്ള മാലയായിരുന്നു. അതേ പാറ്റേണിലുള്ള ഒരു കമ്മലും. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ നിമിഷം മനസ്സിലാവാതെ ശ്രീഹരി അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനാ കരയുന്നത്? പരിഭ്രമത്തോടെ അവൻ ചോദിച്ചു. സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട് ഹരിയേട്ട. ഹരിയേട്ടൻ എനിക്ക് ആദ്യമായി ഒരു സമ്മാനം തന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട്. ഹരിയേട്ടൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. വാക്കുകൾ ഇടറി തുടങ്ങിയവൾക്ക്. ഞാൻ നിനക്ക് ആദ്യമായിട്ടല്ലല്ലോ എന്തെങ്കിലും സമ്മാനം തരുന്നത്. പിന്നെ ഈ വട്ടം മാത്രം ഇത്രയും കരയാൻ എന്താടി? ഹരി ചോദിച്ചു. എപ്പോഴും ഹരിയേട്ടൻ തരുന്നത് പോലെയല്ലല്ലോ ഇപ്പം ഹരിയേട്ടനൊരു സമ്മാനം തരുന്നത്. പെട്ടെന്ന് അവളത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൻ നിശബ്ദനായി പോയിരുന്നു. അതിനെന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു. പക്ഷെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അതവനിൽ സമാധാനം നിറച്ചു. ഹരിയേട്ടൻ ഈ മാലയിലൊന്ന് താലി കോർത്തിട്ട് തരുമോ? താലിമാല ഊരിയ ഭർത്താവിനെ കൊണ്ട് മാത്രമേ കഴുത്തിൽ കെട്ടാൻ പാടുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. ഹരിയേട്ടൻ കെട്ടിത്തരാമെങ്കിൽ എനിക്കിനി മുതൽ ഈ മാല ഇടാമായിരുന്നു. ഇപ്പം കഴുത്തി കിടക്കുന്ന മാലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇതിങ്ങനെ താലിയുടെ കൂടെ ഇടണം എന്നൊന്നുമില്ല. ഞാനിത് കണ്ടപ്പോൾ നിന്നെ ഓർത്തു, അതുകൊണ്ട് വാങ്ങിയതേ ഉള്ളൂ. നീ എപ്പോഴും ഇതിട്ടുകൊണ്ട് നടക്കണം എന്നൊന്നുമില്ല. എനിക്കിത് മതി ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഇഷ്ടത്തോടെ വാങ്ങിയതല്ലേ എനിക്ക് വേണ്ടി. അത് മാത്രം മതി എനിക്ക്. ഇതായിരുന്നു ഹരിയേട്ടൻ ഞാൻ ആഗ്രഹിച്ചത്. ഏട്ടൻ എന്നെ തന്നെ ഓർത്ത് ഒരു പ്രേരണയുമില്ലാതെ വാങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുക, എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുക, അതൊക്കെ മതിയായിരുന്നു എനിക്ക്. ഇപ്പം തന്നെ ഹരിയേട്ടൻ ഇവിടേക്ക് വരണമെന്ന് തോന്നിയപ്പോൾ എനിക്കെന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയില്ലേ? അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഹരിയേട്ടൻ എൻ്റെ കഴുത്തിൽ ഒന്നിട്ട് തരുമോ? നിഷ്കളങ്കതയോടെ കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ തൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നവളെ എതിർക്കുവാൻ ആ നിമിഷം അവന് കഴിയുമായിരുന്നില്ല. അവൻ തന്നെ അവളുടെ കഴുത്തിൽ നിന്നും മാലയൂരി താലി മാലയിൽ ചേർക്കുകയും അതിനുശേഷം അവളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ കരങ്ങളുടെ ചൂട് വീണ്ടും പിൻകഴുത്തിൽ അമർന്നപ്പോൾ ഒരു നിമിഷം അവളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോയിരുന്നു. വിരലുകളാൽ അവൻ കൊളുത്തു മുറുക്കിയപ്പോൾ അവളുടെ നിശ്വാസം കഴുത്തിലേക്കായിരുന്നു അടിച്ചിരുന്നത്. ആ നിമിഷം ഉയർന്നു വരുന്ന ക്രമാതീതമായ ഹൃദയമിടിപ്പ് അവനും അറിയുന്നുണ്ടായിരുന്നു. മാല അവളുടെ കഴുത്തിലേക്ക് ചേർത്തതിന് ശേഷം ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. താൻ നൽകിയൊരു ചെറിയ സമ്മാനത്തിൽ പോലും അവളുടെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഭാവങ്ങൾ കണ്ടപ്പോൾ അവൻ്റെ മനസ്സും നിറഞ്ഞു. ഇത്രമേൽ തന്നെ സ്നേഹിച്ചിരുന്നു അവളെന്ന് പോലും അവൻ അതിശയം തോന്നിയിരുന്നു. ഹരിക്കുട്ടാ, കഴിക്കാൻ വരുന്നില്ലേ? മോളെയും കൂട്ടി കഴിക്കാൻ വാ. താഴെ നിന്നും സുഗന്ധി അത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്ന ബോധമുണ്ടായത്. ആ നിമിഷം അത്രയും മിഴികൾ തമ്മിൽ കോർത്തിരിക്കുകയായിരുന്നു. ഒരു നിമിഷം ഹരിക്ക് വല്ലാത്ത ജാള്യത തോന്നി. അവൾ എന്ത് വിചാരിച്ചു കാണും അങ്ങനെ നോക്കിയിരുന്നപ്പോൾ? ഭക്ഷണം കഴിക്കാം. മറുപടി ഒന്നും പറയാതെ അവൻ നടന്നപ്പോൾ അവനെ അനുഗമിക്കുകയല്ലാതെ അവളുടെ മുൻപിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവളുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷം തന്നെയായിരുന്നു തനിക്ക് വേണ്ടി ആദ്യമായി അവൻ സമ്മാനിച്ച സമ്മാനം. തന്നെ ഓർത്തു വാങ്ങിയത് എന്ന് പറഞ്ഞത് എല്ലാം അവളുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തിനുള്ള കാരണങ്ങൾ തന്നെയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുഗന്ധിയോടൊപ്പം പാത്രങ്ങളെല്ലാം കഴുകുവാൻ സഹായിച്ചതിന് ശേഷമായിരുന്നു മുറിയിലേക്ക് ചെന്നത്. മുറിയിലേക്ക് കയറിയപ്പോൾ പതിവിന് വിപരീതമായി അവളിലും ഒരു വിറയൽ അനുഭവപ്പെടുന്നു. ഹരിയേട്ടൻ്റെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ തന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ അവൾക്ക് തോന്നി.
അതുകൊണ്ട് തന്നെ ഒരു പരിഭ്രമം അവളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ശ്രീഹരിയെ മുറിയിൽ കണ്ടിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ നോക്കിയപ്പോഴാണ് അവൻ ബാൽക്കണിയിൽ നിന്നും ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വന്ന് ബെഡ്ഷീറ്റ് എല്ലാം നന്നായി വിരിച്ചിരുന്നു. അതിനുശേഷം മേല് കഴുകാനായി പോയി. മേല് കഴുകി ഇറങ്ങി വന്നപ്പോഴേക്കും ശ്രീഹരിയും ഇറങ്ങി മുറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അവളെ കണ്ടപ്പോഴേക്കും അവൻ മുറി അടച്ചതിന് ശേഷം തിരികെ വന്നു. രണ്ടുപേർക്കുമിടയിൽ മൗനം വല്ലാതെ കൂടുകൂട്ടുന്നത് പോലെ. പക്ഷേ നേരത്തെ തങ്ങൾക്കിടയിലുണ്ടായിരുന്ന മൗനത്തിന് ഭീകരതയായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ മൗനം അല്പം സുഖമുള്ളതാണെന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. ഉള്ളിലുള്ള ഇഷ്ടം ആരാദ്യം പറയുമെന്നറിയാതെ ഒരു മൗനമാണിപ്പോൾ തങ്ങൾക്കിടയിൽ നിറയുന്നത്. ഒരു പ്രത്യേകതരം സുഖം അതിനുണ്ടെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അപ്പം തുടരും. നാളെ കാണാം. ടാറ്റാ. നാളെ ചിലപ്പോൾ ഒന്നേ കാണുള്ളൂ കേട്ടോ, കാരണം നാളെ സൺഡേ ആണ്.